ഗർഡർ ഇവിടുന്നും കാണാൻ പറ്റും. നമുക്ക് ഇവിടെയാണ് ഇനി ഗർഡർ വെക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്തോ വീണ്ടും പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പൈലിംഗ് ഈ ഭാഗത്ത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. പുതുതായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇവിടെ ഒരു പില്ലറൊക്കെ വർക്കുകൾ കഴിഞ്ഞ് അതിന്റെ മുകളിലേക്കാണ് ഗർഡറിന്റെ ഒരു ഭാഗം കയറ്റി വെച്ചിട്ടുള്ളത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം കൂരിയാടാണ്. കൂരിയാട് വീണ്ടും പുതിയ അപ്ഡേറ്റുകൾ വന്നു. കൂരിയാട് ഇരുമ്പ് ഗർഡറിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ കൂരിയാട് ഗർഡർ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇരുമ്പ് ഗർഡർ ഒരു ഭാഗത്ത് ഗർഡറിന്റെ വർക്ക് ഇതാ നടക്കുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ മുകളിലൊക്കെ വർക്കേഴ്സ് ഉണ്ട്. വർക്കേഴ്സ് ഓരോ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരികയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ തോടിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ശേഷമാണ് ഇവിടെ പാലം, ഇതിന്റെ മുകളിൽ ഇരുമ്പ് ഗർഡറിന്റെ പാലം വരിക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ വലിയ ലെങ്തി ആയ ഒരു ഇരുമ്പ് ഗർഡറാണ് വന്നിട്ടുള്ളത്. കാണാം നമുക്ക്. അപ്പൊ ഇവിടെ എന്തോ വീണ്ടും പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പൈലിംഗ് ഈ ഭാഗത്ത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. പുതുതായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇവിടെ ഒരു പില്ലറൊക്കെ വർക്കുകൾ കഴിഞ്ഞ് അതിന്റെ മുകളിലേക്കാണ് ഗർഡറിന്റെ ഒരു ഭാഗം കയറ്റി വെച്ചിട്ടുള്ളത്. കാണാം, ഈ ഭാഗത്തുള്ള പില്ലറിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പുതുതായിട്ട് വീണ്ടും ഇവിടെ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കോൺക്രീറ്റ് വാള് വരാനാണെന്നാണ് തോന്നുന്നത്. മണ്ണ് ഇങ്ങോട്ട് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് വാള്, അത് പൈലിംഗ് ചെയ്ത് ഉറപ്പിച്ച് താഴേന്ന് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് വാളാണെന്നാ തോന്നുന്നത്. അപ്പൊ നേരത്തെയൊക്കെ കട്ട വെച്ച് പോയതൊക്കെ തള്ളിപ്പോയതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണെന്ന് തോന്നുന്നത്. അപ്പൊ കോഴിക്കോട് മാമ്പുഴ പാലത്തിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചതുപ്പായ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തിരുന്ന് താഴെ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിരുന്നു. ഇവിടെ പുതുതായിട്ടൊരു വർക്കും കൂടെ കാണുന്നുണ്ട്. ഇവിടെ തോടിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ടണൽ, വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കരിങ്കല്ലൊക്കെ പതിച്ച് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. കാണാം നമുക്ക്. ഇവിടെ കരിങ്കല്ല് പതിച്ച് അതിന്റെ മുകളില് മെറ്റലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നേരത്തെ ചെയ്തിട്ടുള്ള ഇല്ലായിരുന്നു. വെള്ളം ഒഴുകി പോകുന്ന വർക്കുകൾ അങ്ങനെയുള്ള ഭാഗത്തൊന്നും നല്ല ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ ഇവര് ഇപ്പൊ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗർഡർ ഇവിടുന്നും കാണാൻ പറ്റും. നമുക്ക് ഇവിടെയാണ് ഇനി ഗർഡർ വെക്കാനുള്ളത്, ഈ പില്ലറിന്റെ മുകളില്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അവര് അതിന്റെ മുകളിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ഭാഗത്തൊക്കെ ഒരു കട്ടകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ താൽക്കാലികമാണ്. അത് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതൊക്കെ എടുത്ത് ഒഴിവാക്കും. അതിനു വേണ്ടിയുള്ള അതുപോലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഈ തോടിന്റെ ഭാഗത്തു നിന്ന് നോക്കുന്ന ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. കണ്ടില്ലേ, നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന്റെ ഒരു ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഇതുപോലെ കിടക്കുകയാണോ, ഇനി ഇത് ഫിനിഷിങ് ചെയ്ത് കൊണ്ടുവരുമോ ഒന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ കാണുന്ന കമ്പികളൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന രീതിയിൽ. ഇതിന്റെ മുകളിൽ ഷട്ടർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന്റെ വർക്കേഴ്സ് ഷട്ടറുകളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇതിന് ബാക്കിയുള്ള ഭാഗത്തൊക്കെ വളരെ നല്ല രീതിയിൽ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഇരുമ്പ് ഗർഡർ. ഇവിടെ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിന്റെ ഭാഗത്ത് കണ്ട ഒരു ഭാഗത്തേക്കുള്ള സെറ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ഉള്ളത് ഈ കാണുന്ന ഗർഡറാണ്. ഇത് ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഫുൾ കഴിഞ്ഞിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, വളരെ വേഗത്തിൽ ഇതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യലും അതിൻ്റെ മുകളിൽ സ്ലാബ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ വരുമ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഒരു ചെറിയൊരു ബ്ലോക്ക് ആവുന്നുണ്ട്. ഇവിടെ ഒരു ഹമ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാഹനങ്ങൾ നേരെ പോകുന്നതും പിന്നെ പുതിയ ഹൈവേയിലേക്ക് കയറി പോകുന്ന വാഹനങ്ങളും ആയിട്ടൊന്ന് ചെറുതായിട്ടും സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്.
കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ വന്നിങ്ങനെ ഒരു ചെറിയൊരു സ്ലോ ആകുന്ന ഒരു ഭാഗമാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കാണിച്ച അതേ ബായികൾ ഇവിടെ ഉണ്ട്. ബായികളാണ് ഈ വർക്കൊക്കെ ചെയ്യുന്ന ആളുകള്. അപ്പോ ഇവര് പറയുന്നത് ഇനി നാളെ അങ്ങോട്ട് മാറ്റും എന്നാണ്, ഈ ഗർഡർ എടുത്ത് മാറ്റും എന്നാണ്. അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവര് ഇത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവര് വെയിറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് വർക്കേഴ്സാണ് അവര്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ ഹൈവേയിലേക്ക് എൻട്രി ആവുന്ന ഒരു ഭാഗം. ഇവിടെയാണ് ഇരുമ്പ് ഗർഡർ വെച്ചിട്ടുള്ളത്. ഇനി ആ ഭാഗത്ത് വരാനുണ്ട്. ഈ ഭാഗത്ത് സിമന്റ് ഗർഡർ ആയിരിക്കും. ഇത്രയും ഭാഗത്ത് ഇങ്ങനെ വരാനുള്ള ഭാഗത്ത് ഇവിടെ മാത്രമാണ് ഇനി ഗർഡർ വെക്കാനുള്ളത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഫുൾ വർക്കുകൾ കഴിഞ്ഞു. ഗർഡറുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഷീറ്റ് വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഷീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കോൺക്രീറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. സ്ലാബ് വർക്ക് ചെയ്യുന്ന പാലത്തിന്റെ സ്ലാബ് വരുന്ന ഭാഗങ്ങളിലുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താഴ്വശത്ത് എന്തോ ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഈ ഭാഗത്തായിരുന്നു റോഡ് തകർന്ന സമയത്ത് ആദ്യം തള്ളിപ്പോയൊരു ഭാഗം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പൊ ഇവര് വലിയൊരു കുഴി എടുത്തിട്ടുള്ളത്. കാണാൻ നമുക്ക് വെള്ളം വരെ കണ്ടിട്ടുണ്ട് ഈ കുഴിയിൽ നിന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒരു ടണൽ, വെള്ളം ഒഴുകി പോകുന്ന ടണൽ കൊടുക്കാനുള്ള ഒരു വർക്ക് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതിന്റെ താഴെ വന്ന് പാർക്കിംഗ് ഒക്കെ ആക്കിയിട്ടുണ്ട്. പാലത്തിന്റെ മുൻവശത്തേക്ക് വന്നിട്ടുണ്ട്. മുൻവശത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സ്ലാബ് ചെയ്യുന്ന വർക്കുകൾ, സ്ലാബിന്റെ വർക്കുകൾ കഴിഞ്ഞു. ഇനി മുകളിൽ കാണാം പച്ച കളറിൽ കമ്പികൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. ഇത് ക്രാഷ് ബാരിയർ വരാനുള്ളതാണ്. ഇങ്ങനെ ആ ഭാഗത്തുള്ള വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ മുൻവശത്തൊക്കെ ഷീറ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞ് കുറച്ച് സെന്റർ ഭാഗത്ത്. ഇനി ആ എൻഡ് ഭാഗത്ത് വരുന്ന ഗർഡറിന്റെ മുകളിലാണ് ഷീറ്റ് വർക്ക് ചെയ്യാനുള്ളതും കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ ആ നമ്മുടെ അണ്ടർപാസ് വരുന്ന ഭാഗത്തും അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് കോൺക്രീറ്റ് വർക്കൊക്കെ വരാനുള്ളത്. അപ്പൊ ഈ ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ദൂരത്തിൽ ഇങ്ങനെ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഞാൻ കാണിച്ച ഭാഗത്ത്, നേരത്തെ കാണിച്ച ഭാഗത്ത് അവിടെ ഒരു ഭാഗത്ത് ഗർഡർ വെക്കാനും പിന്നെ ഇരുമ്പ് ഗർഡർ വെച്ചതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനും സ്ലാബുകളൊക്കെ വരാനുള്ള അങ്ങനെയുള്ള വർക്കുകളാണ് ഇനിയുള്ളത്. അപ്പോൾ വളരെ വേഗത്തിലാണ് മലപ്പുറം കൂരിയാട് വന്നിട്ടുള്ളൊരു മാറ്റങ്ങൾ. അപ്പോൾ ഇനി അധികം വൈകാതെ 1-2 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് തോന്നുന്നത്. അത്രയും വേഗത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. പിന്നെ താഴ്വശത്തുള്ള വർക്കുകളൊക്കെ സമയമെടുത്ത് ചെയ്താലും പ്രശ്നമില്ല. നമുക്ക് വാഹനങ്ങൾ പോകുന്നതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂരിയാട് ഭാഗത്തു നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തൊന്ന് പോയിട്ട് നോക്കാം. ആ ഭാഗത്തുള്ള കാഴ്ചകളൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം. ഈ ഭാഗത്തുനിന്ന് സർവീസ് റോഡിലൂടെ നമുക്ക് താഴ്വശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പാലത്തിൻ്റെ അങ്ങോട്ട് തന്നെ പോകാം. അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാണ് ഗർഡർ, കണ്ടില്ലേ? ഗർഡറൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു വശത്ത്. അപ്പോൾ ഇനി ഈ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമാണ് സിമെൻറ്റ് ഗർഡർ വെക്കാനുള്ളതും ഇരുമ്പ് ഗർഡർ ഒരു സൈഡിൽ വരാനുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂരിയാട് വളരെ വേഗത്തിൽ വർക്കുകൾ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇവിടെ മുൻവശത്ത് ഇപ്പോൾ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ ഇവിടെ ഒരു യൂ ടേൺ എടുത്ത പോലെയാണ് കറങ്ങിയിട്ട് പോവുകയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.